നമസ്കാരം. രാജ്യത്ത് ഇവികൾ സജീവമാണെങ്കിലും വിൽപ്പനയുടെ കാര്യത്തിൽ ഇന്നും പെട്രോൾ സ്കൂട്ടറുകളാണ് വിപണിയിലെ താരം. ഉയർന്ന വിലയും തീപിടുത്തമുണ്ടാകുമെന്ന പേടിയും പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണത്തിലെ കുറവുകളും ദീർഘദൂര യാത്ര ഇതെല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ പെട്രോൾ വണ്ടി തന്നെ മതി എന്ന തീരുമാനത്തിലേക്ക് സാധാരണ നമ്മൾ എത്താറുണ്ട്. പെട്രോൾ സ്കൂട്ടർ എടുക്കണമെന്ന് വെച്ചാൽ ഒരുപാട് ഓപ്ഷനുകളും ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ടൂ വീലർ വിപണിയായ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന കമ്പനി ഹീറോ മോട്ടോകോർപ്പാണ്. എന്നാൽ സ്കൂട്ടർ വിൽപ്പനയിലെ പ്രധാന എതിരാളിയായ ഹോണ്ടയാണ് ഒന്നാം സ്ഥാനത്ത് ഉള്ളത്. ഹീറോ പുറത്തിറക്കുന്ന മോഡലുകൾക്കൊന്നും കാര്യമായി വിപണി പിടിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാലും ഹീറോ ഒട്ടും മോശക്കാരുമല്ല. മാസ്ട്രോയും ഡെസ്റ്റിനിയും എല്ലാം തന്നെ മോശമാകാതെ വിപണിയിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. പോരാത്തതിന് സ്പോർട്ട് സൂം സ്കൂട്ടറും ട്രെൻഡായി തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോഴിതാ ആളുകളെ ആകർഷിക്കുന്നതിനായി ഹീറോ മോട്ടോകോർപ്പ് തങ്ങളുടെ ഡെസ്റ്റിനി 125 മോഡലിനെ കൂടുതൽ പരിഷ്കാരിയായി വിപണിയിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. അണിയറയിൽ ഒരുങ്ങുന്ന സ്കൂട്ടറിന്റെ ആദ്യ ചിത്രങ്ങൾ ഓൺലൈനിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹീറോ 2018 അവസാനത്തോടെയാണ് ഡെസ്റ്റിനി 125 ഇന്ത്യയിൽ പുറത്തിറക്കുന്നത്. ഇതിന് ഉപഭോക്താക്കളിൽ നിന്ന് മികച്ച സ്വീകാര്യത ലഭിച്ചുവെങ്കിലും സമീപകാലത്ത് വിൽപ്പന ഇടിഞ്ഞു തുടങ്ങിയിരുന്നു. വരാൻ പോകുന്ന പുത്തൻ മോഡൽ ഡെസ്റ്റിനിക്ക് ലഭിക്കുന്ന ആദ്യത്തെ പ്രധാന അപ്ഡേറ്റ് ആയിരിക്കുമെന്നതും ശ്രദ്ധേയമാകുന്ന കാര്യമാണ്. അടുത്തിടെ പുറത്തിറക്കിയ സൂം 110 കോമ്പാക്ട് എഡിഷന് ശേഷം ഹീറോ മോട്ടോകോർപ്പ് അവതരിപ്പിക്കുന്ന അടുത്ത വാഹനമായിരിക്കും ഇത്. രൂപത്തിന്റെ കാര്യത്തിൽ അടിമുടി മാറിയാണ് പുതിയ ഹീറോ ഡെസ്റ്റിനി മോഡലിന്റെ വരവ് തന്നെ. സെഗ്മെന്റിലെ പ്രിയങ്കരനായ സുസുക്കി ആക്സസിന്റെ വിപണി പിടിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഇതിനായി ഒരു ഫാമിലി മാന്റെ ലുക്കിലാണ് വണ്ടി ഇറങ്ങുന്നത്. ഡിസൈനിലും ഫീച്ചറുകളിലും ധാരാളി തന്നെയായിരിക്കും ഏറ്റവും പുതിയ 125cc സ്കൂട്ടർ. മുൻഗാമിയിൽ ഉണ്ടായിരുന്ന ത്രികോണാകൃതിയിലുള്ള ഹാലജൻ സംവിധാനത്തിന് വിരുദ്ധമായി ടേൺ ഇൻഡിക്കേറ്ററുകൾ LED ടെക്കുള്ള കൂടുതൽ സ്റ്റിക്കർ യൂണിറ്റുകളായി അപ്ഡേറ്റ് ചെയ്യാനും ഹീറോ മോട്ടോകോർപ്പ് തയ്യാറായിട്ടുണ്ട്. കൂടാതെ ബോഡി പാനലുകൾ റീഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നതും രസകരമായ ഒരു കാര്യമായിരിക്കും. അതായത് നിലവിലുണ്ടായിരുന്ന മോഡലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ പ്രീമിയം ആയിരിക്കുമെന്ന് ചുരുക്കം. ഒരു LED ഹെഡ്ലാമ്പ്, ഹീറ്റ് ഷീൽഡ് എക്സോസ്റ്റ്, പുതിയ ഒരു LED DRL യൂണിറ്റ് എന്നിവയുടെ സാന്നിധ്യവും സ്കൂട്ടറിന് പ്രീമിയം ടച്ചാണ് നൽകുന്നത്. ഡ്യുവൽ സ്പോക്ക് ബ്ലാക്ക് അലോയ് വീലുകൾ മിനുക്കിയ ഡെസ്റ്റിനി 125 മോഡലിന്റെ സ്പോർട്ട്നെസ് വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അതേസമയം സൈഡ് മിററുകൾ, ടെയിൽ ലാമ്പുകൾ, സൈഡ് ബോഡി വർക്ക് തുടങ്ങിയവയിൽ കാണപ്പെടുന്ന ഒന്നിലധികം കോപ്പർ ആക്സെന്റുകൾ കൂടുതൽ സവിശേഷമായ രൂപം നൽകാനും സഹായിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റിലൂടെ പുറത്തു വരുന്ന ചിത്രത്തിൽ ഒരു പില്യൻ ബാക്ക് റെസ്റ്റും കാണാൻ സാധിക്കും. ബ്ലാക്ക് പേൾ ഉൾപ്പെടെയുള്ള പുതിയ കളർ ഓപ്ഷനുകളും ഹീറോ വാഗ്ദാനം ചെയ്യുമെന്നാണ് വിവരം. നിലവിൽ ചെസ്റ്റ്നട്ട് ബ്രോൺസ്, നോബൽ റെഡ്, പേൾ സിൽവർ വൈറ്റ്, പാന്തർ ബ്ലാക്ക്, മാറ്റ് ഗ്രേ സിൽവർ, കാൻഡി ബ്ലേസിംഗ് റെഡ്, ലിമിറ്റഡ് എഡിഷൻ, അതുപോലെ തന്നെ മാറ്റ് ബ്ലാക്ക് എന്നിങ്ങനെ 8 കളർ ഓപ്ഷനുകളിലാണ് ഡെസ്റ്റിനി 125 വരുന്നത്. സസ്പെൻഷൻ സജ്ജീകരണത്തിൽ മുന്നിൽ ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് ഷോക്ക് അബ്സോർബറായും പിന്നിൽ സ്പ്രിംഗ് ലോഡഡ് ഹൈഡ്രോളിക് ഡാമ്പറുമായിരിക്കും ഉണ്ടായിരിക്കുക. അതേസമയം ടോപ്പ് സ്പെക് വേരിയന്റുകൾ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് സെറ്റപ്പും ഹീറോ മോട്ടോകോർപ്പ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതായത് മെക്കാനിക്കൽ പരിഷ്കാരങ്ങൾ ഒന്നും തന്നെ വരാനിരിക്കുന്ന ഡെസ്റ്റിനിയിൽ ഉണ്ടാകില്ല എന്ന് സാരം. ഇനി ഇതിന്റെ വിലയിലേക്ക് വന്നാൽ 71,499 രൂപ വിലയിലുള്ള നിലവിലെ മോഡലിനെ അപേക്ഷിച്ച് അല്പം ഉയർന്ന തുക മുടക്കേണ്ടി വന്നേക്കും. എന്തായാലും കാത്തിരുന്നു കാണാം ഹീറോയുടെ ഈ ഒരു ഡെസ്റ്റിനി ഹോണ്ടയുടെ ആക്റ്റീവയെയും അതുപോലെ തന്നെ ജൂപ്പിറ്ററിനെയും അതുപോലെ തന്നെ ആക്സസിനെയും ഒക്കെ ഈ വിപണിയിൽ നിന്ന് താഴെ ഇറക്കുമോ, അവിടെ അതിജീവിച്ചത് കയറുമോ എന്നൊക്കെ കാത്തിരുന്നതിനെ കാണാം.